ശേഷം ലഭിക്കുന്ന തിയേറ്റർ റെസ്പോൺസിൽ നിന്ന്, ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ മറ്റെല്ലാ സെലിബ്രേഷൻ സിനിമകളും പോലെ ഈ സിനിമയും അതിൻ്റെ അർത്ഥത്തിലേക്ക്, അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയെന്ന് തന്നെയാണ്. ഈ സിനിമയിൽ എൻ്റെ കൂടെ സഞ്ചരിച്ച ധാരാളം ആളുകളുണ്ട്. വളരെ ഈ സിനിമയിൽ ഞങ്ങൾക്കിങ്ങനെ അഹമ്മദ് അലി എന്ന് പറയുന്നൊരു കഥാപാത്രം ആദ്യം ഉണ്ടാവുകയും അത് പിന്നീട് ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്തപ്പോൾ അയാളുടെ ഒരു വലിയ വേൾഡ് ഉണ്ട്. അഹമ്മദ് അലി എന്ന ആളുടെ കയ്യിലുള്ളത് കുറേ വലിയ സ്വപ്നങ്ങളും ഒട്ടുക്കത്തെ കോൺഫിഡൻസും മാത്രമാണ്. അപ്പം അങ്ങനെ ഒരു കോൺഫിഡൻസോടുകൂടി ഇത്രയും വലിയൊരു സ്വപ്നവുമായി ഇറങ്ങിയ സമയത്ത് ചങ്കായി ഞങ്ങളുടെ കൂടെ നിന്ന ആളാണ് പൃഥ്വിരാജ്. ഈ സിനിമയിലൊരു നടൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഈ പ്രോജക്റ്റിൻ്റെ രൂപപ്പെടൽ മുതൽ റിലീസ് വരെ അനുദിനം നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ ഒരു ഭാഗമായി നിന്ന് അതിന് വേണ്ടതെല്ലാം ചെയ്തു തന്ന പൃഥ്വിയുടെ ഒരു ശ്രമമാണ് ഈ സിനിമയിൽ നിന്ന് ഇത്രയും വലിയ ഒരു വിജയത്തിലേക്കും ഇത്രയും വലിയ ഒരു പെർഫെക്ഷനുള്ള, ടെക്നിക്കലി പെർഫെക്ഷനുള്ള ഒരു സിനിമയാക്കി മാറ്റുന്നതിനും ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യുന്നതിനുമൊക്കെ ഏറ്റവും സഹായകരമായി മാറിയത്. ഒരുപാട് വലിയൊരു സ്വപ്നം, വലിയൊരു ജേണി ഇന്ന് സിനിമ പ്രേക്ഷകർക്കായി കൊടുത്തിരിക്കുകയാണ്. എന്താണ് ഈ മൊമെന്റ്സിൽ പറയാനുള്ളത്? അനവധ പറഞ്ഞൊരു സ്വപ്നമാണ്. ഈ സ്വപ്നം എന്താ പറയുക, യാഥാർത്ഥ്യമാകുമ്പോൾ ഉണ്ടാകുന്നൊരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെയാണ് ശരിക്കും. അതിനകത്ത് ഇപ്പം രാജുവായിട്ട് ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, രവികുമാറായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്, സൗകുമാറായിട്ട് ആദ്യമായിട്ടാണ്. ഈ ഖലീഫയിൽ ലാലേട്ടൻ പറയുന്നൊരു ഡയലോഗുണ്ട്, ഈ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ സ്വപ്നം. ആ സീൻ എഴുതുമ്പോൾ ശരിക്കും ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നടക്കില്ല എന്ന് കരുതിയ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായി. അതായത് തലേ ദിവസമാണ് ഞാൻ ആ സീൻ എഴുതുന്നത്. രാജുവിനറിയാം, വൈചാരനറിയാം, ഞാൻ ആ സീൻ എഴുതുന്നത് തലേ ദിവസമാണ്. ആ ഡയലോഗ് എന്ന് പറയുന്നത് ശരിക്കും ആ സ്വപ്നം നാളെ നടക്കാൻ പോകുന്നത് വിശ്വസിക്കാൻ പറ്റാതെ ഞാൻ എഴുതിയ ഡയലോഗാണ്. അത് എനിക്ക് ഞാൻ സിനിമയിലെത്തി എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എൻ്റെ ഒരു വരിയെങ്കിലും ലാലേട്ടൻ ഒന്നൊരു ഡയലോഗ് സംസാരിക്കണമെന്ന്. പക്ഷെ അത് നടന്നു. പിന്നെ സിനിമ നമ്മൾ തുടങ്ങി അത് കറക്റ്റായിട്ട് നമുക്ക് തീർക്കാൻ പറ്റി, കറക്റ്റ് സമയത്ത് റിലീസ് ചെയ്യാൻ പറ്റി. അതൊക്കെ ഒരു വലിയ സ്വപ്നമായിട്ടാണ് കാണുന്നത്. ആ സ്വപ്നത്തിൻ്റെ എന്താ പറയുക, ഒരു നല്ല പൂർത്തീകരണം, ഒരു പുതിയ തുടക്കവും ഉണ്ടാകാൻ പോകുന്നതിൽ ഒരുപാട് എക്സൈറ്റഡ് ആണ് ഞാൻ. സ്വാഗതം ചെയ്യാം one of the top tier മലയാളം സിനിമ ഇന്റലക്ച്വൽ. We have ഈ ഓണക്കാലത്ത് മലയാളികളുടെ ഖലീഫ ആമിർ അലി സ്വാഗതം ചെയ്യുകയാണ്. പൃഥ്വിരാജ് സുകുമാരൻ. ഖലീഫയുടെ സന്തോഷത്തിലാണ്. ഓവർ ടു യു. Thank you so much. ഇങ്ങോട്ട് എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും and all the other guests, thank you ഇവിടെ വന്നതിന്. ആദ്യം തന്നെ ഖലീഫ എന്ന ഈ സിനിമയ്ക്ക് ഇത്ര വലിയൊരു വരവേൽപ്പ് നൽകിയ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഒരു സിനിമ ഈ എക്സൈറ്റ്മെന്റോടുകൂടി ഒരു സിനിമ വരവേൽക്കുക എന്ന് പറയുന്നത് തന്നെ ആ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച അണിയറ പ്രവർത്തകർക്ക് ഒരു വലിയ സന്തോഷവും അംഗീകാരവും കിട്ടിയതുപോലെയാണ്. സോ ഫസ്റ്റ്ലി താങ്ക്സ്, ബിഗ് താങ്ക്സ് ഫോർ ദാറ്റ്. ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിൽ പ്രത്യേകിച്ച് അങ്ങനെ എപ്പോഴും നടക്കുന്ന ഒരു സിനിമയല്ല. നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ പല കാരണങ്ങൾ കൊണ്ടും ഈ ജോണറിൽപ്പെട്ട സിനിമകൾ വിരളമാണ്. അത്തരം സിനിമകളുടെ ഒരു വലിയ ആരാധകനാണ് ഞാൻ. ഏതുതരം എന്ന് പറഞ്ഞാൽ ഈ സിനിമ കൺസീവ് ചെയ്യപ്പെടുന്ന ദിവസം മുതൽ ഇതിന്റെ റിലീസ് വരെ ഈ സിനിമയുടെ ടീം ഒരു കാര്യത്തിൽ വളരെ ക്ലിയർ ആയിരുന്നു, ഞങ്ങൾ എന്താണ് അറ്റംപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതൊരു ഹൈ കോൺസെപ്റ്റ് സിനിമയോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത, നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു കഥ പറയുന്ന സിനിമയോ ഒന്നുമില്ല. നിങ്ങൾ കുറച്ചു മുമ്പ് കണ്ട ആ വീഡിയോയിലുള്ള തിയേറ്ററിൽ കാണുന്ന ആ എക്സ്പീരിയൻസ്, അത്തരം ഒരു മെയിൻ സ്ട്രീം കമേഴ്ഷ്യൽ സിനിമ കുടുംബസമേതം കണ്ട് ആസ്വദിക്കുന്ന ഒരു എക്സ്പീരിയൻസ് സമ്മാനിക്കാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ്.
അപ്പൊ ഇന്ന് ഈ സിനിമ റിലീസായി ഈ നേരം വരെ അത്തരം ഒരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിച്ച് ആ സന്തോഷം ഞങ്ങളെ അറിയിച്ച ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അവർക്ക് ഒരുപാട് നന്ദി. സിനിമ കണ്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ ഓണക്കാലത്ത് കുടുംബസമേതം തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണമെന്ന് ഞാൻ വിനീതപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. വൈശാഖ്, ജിനു ഇവർ രണ്ടുപേരും പറഞ്ഞതുപോലെ എല്ലാ സിനിമകളെ പോലെയും ഇതും ഒരു വലിയ ഡ്രീമാണ്. പക്ഷേ ഈ സിനിമയുടെ പുറകിൽ ഈ സിനിമ മാത്രമായിരുന്നില്ല സ്വപ്നം. ഈ സിനിമയുടെ ആദ്യ കഥ ജിനു എന്നോട് ഷെയർ ചെയ്യുന്ന ദിവസം മുതൽ ഇതിൽ മാമ്പറയ്ക്കൽ അഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു കഥാപാത്രവും ആ കഥാപാത്രത്തിന്റെ ലെഗസിയുമാണ് ഈ സിനിമയുടെ ഒരു ഫൗണ്ടേഷൻ എന്നോട് പറഞ്ഞിരുന്നത്. 2022 തിരക്കഥ എഴുതിയപ്പോൾ അത് കുറച്ചുകൂടെ വിപുലമായി ഇതിന്റെ തിരക്കഥയിൽ ജിനു എഴുതിയിട്ടുമുണ്ടായിരുന്നു. അങ്ങനെയാണ് വൈശാഖ് പറഞ്ഞ പോലെ ഇത് ലാലേട്ടൻ ചെയ്താൽ ആ കഥാപാത്രത്തിന് ഭയങ്കരമായ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു ബോഡി ഉണ്ടാകും എന്ന് നമ്മൾ കരുതുന്നതും ലാലേട്ടനെ ഞങ്ങൾ അതിനുവേണ്ടി സമീപിക്കുന്നതും. അദ്ദേഹം അതിന് യെസ് പറഞ്ഞു എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് ആക്ച്വലി ഈ സിനിമയിൽ വന്നൊരു വലിയ കോൺഫിഡൻസ് ആയിരുന്നു. ആൻഡ് സോ താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹു യു ആർ ആൻഡ് ബീയിങ് പാർട്ട് ഓഫ് ദിസ് ഫിലിം. ഈ സിനിമ കണ്ടവർക്ക്, ഇതിനോടകം കണ്ടവർക്ക് അറിയാം, ഇത് ഈ സിനിമയിലെ കഥയും കഥാപാത്രങ്ങളും നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിന്റെ ജനസിസ് എന്ന് പറയുന്നത് മാമ്പറയ്ക്കൽ അഹമ്മദ് അലി എന്ന് പറയുന്ന ലാലേട്ടൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെതാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ മാമ്പറയ്ക്കൽ അഹമ്മദ് അലിയുടെ ഒരു വലിയ ലോകത്തിന്റെ ഒരു വലിയ കഥയുടെ അടർത്തി മാറ്റപ്പെട്ട ഒരു ഏടാണ് ഖലീഫ പാർട്ട് 1 എന്ന് പറയുന്ന സിനിമ. അപ്പൊ അത്തരം ഒരു സിനിമ ലാലേട്ടനെ കേന്ദ്ര കഥാപാത്രമാക്കി വൈശാഖും ജിനുവും പ്ലാൻ ചെയ്യുന്നു എന്ന് പറയുന്നത് ആസ് എ ഫാൻ ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ലാലേട്ടൻ 2 ദിവസങ്ങൾ മുമ്പാണെന്ന് തോന്നുന്നു ഞാൻ ഉൾപ്പെടെയുള്ള ആരാധകരെ ആവേശത്തിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത ഒരു ലൈനപ്പ് റിവീൽ ചെയ്യുകയുണ്ടായി. അതിൽ പ്രഗത്ഭരായ ഫിലിം മേക്കേഴ്സും വളരെ എക്സൈറ്റിംഗ് ആയ പ്രോജക്ട്സുമാണ് എല്ലാം. ആ സിനിമകളുടെ ഒന്നും ജോണറുകൾ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു മോഹൻലാൽ ആരാധകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഈ ജോണറിൽപ്പെട്ട ഒരു മെയിൻ സ്ട്രീം മാസ് കമേഴ്ഷ്യൽ ആക്ഷൻ സിനിമ എന്ന് പറയപ്പെടുന്ന ജോണറിൽപ്പെട്ട ഒരു സിനിമയിൽ അദ്ദേഹത്തിനെ എങ്ങനെ കാണണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ ആ ആഗ്രഹം ആ മാമ്പറയ്ക്കൽ അഹമ്മദ് അലിയുടെ സിനിമയിൽ പൂർത്തീകരിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതൊരു സ്വപ്നതുല്യമായ സിനിമയായി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വൺസ് അഗെയിൻ ഇന്നിവിടെ എത്തിച്ചേർന്ന് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ആൻഡ് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, on the stage. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നല്ലൊരു സായനം നേരുന്നു. ഒരു യാത്രയുടെ ഇടയിൽ കയറി വന്ന ഒരാളാണ് ഞാൻ. എയർപോർട്ടിലോട്ട് പോവാണ്, പുറത്തേക്ക് പോവാണ്. ഈ സിനിമയിൽ അതുപോലെയാണ്. സിനിമയുടെ അവസാന ഭാഗത്തേക്ക് കയറി വന്ന ഒരാളാണ്. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോഴും ഈ സിനിമയിൽ അഭിനയിക്കുമ്പോഴൊക്കെ തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് വലിയ വിജയമായി മാറുന്നേ എന്ന് തന്നെയാണ്. എല്ലാ സിനിമകളും അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലൊരു അധ്വാനം, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാർ എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. എന്തായാലും എനിക്കെങ്ങനെ റോള് തന്ന ഇതിൻ്റെ സംവിധായകനും എഴുത്തുകാരനും അതിലെ പ്രധാന കഥാപാത്രം ഉന്നയിച്ച വ്യക്തിക്കും എല്ലാവർക്കും ഉള്ള എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. എപ്പോഴും സിനിമകൾ സക്സസ്ഫുൾ ആകുമ്പോഴാണല്ലോ ഇനി അടുത്ത സിനിമയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ എന്തായാലും ഏറ്റവും മനോഹരമായ ഒരു സിനിമയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മാമ്പറയ്ക്കൽ അഹമ്മദ് ഹാജി, സോറി ചെറിയ ഒരു പാവം മനുഷ്യനാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവസരം കൊടുക്കും. താങ്ക് യു വെരി മച്ച്. ഒരിക്കലും എല്ലാവർക്കും ഒരു നല്ല രാത്രി നേരുന്നു. താങ്ക് യു. ഞാൻ നിങ്ങളുടെയൊക്കെ സമ്മതത്തോടു കൂടി ചേച്ചി, സോറി ഞാൻ കണ്ടില്ല, സമ്മതത്തോടുകൂടി ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് എയർപോർട്ടിൽ പോകണം. ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. എന്തായാലും ഇപ്പം പോയില്ല, ഒരു 5 മിനിറ്റ്. താങ്ക് യു. ലാലേട്ട ഒന്ന് തുടർന്നും ഒരു സെക്കൻഡ് പെട്ടെന്ന് വിടാം. നമുക്കതിന് മുമ്പായി വൈശാഖേട്ടൻ, ജിൻഷേട്ടൻ, ടോവിനോ, സൗബിൻ, ദയവായി ഒന്ന് നമുക്ക് എല്ലാവരും ഇന്ന് കൂടിയപ്പോൾ ഞങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ എന്തിനാണ് ഇവിടെ കൂടിയതെന്ന് മാത്രം പറഞ്ഞിരുന്നില്ല. ഇത് ഇന്ന് ഒരു യാത്ര അവസാനിക്കുകയല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്, ഒരു സർപ്രൈസ് എലമെന്റ് കൂടിയുണ്ട്. അതെന്താണെന്ന് നമുക്കറിയാം. പ്ലീസ് ദയവായി സഞ്ജു,
ഇന്ദ്രൻസറിനെയും സ്വാഗതം ചെയ്യാണ്. സാദിഖ് ഒന്ന് ജോയിൻ ചെയ്യണം. രഞ്ജിയേട്ടാ പ്ലീസ്. നമുക്കപ്പോ എന്താ സർപ്രൈസിന് നമ്മുടെ കോ പ്രൊഡ്യൂസേഴ്സിനെ കൂടെ ഒന്ന് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കോ പ്രൊഡ്യൂസേഴ്സ് ഒന്ന് മിസ്റ്റർ സൂരജ്, മിസ്റ്റർ സൂരജ്. ശ്രീലാൽ, ശിവജിത്ത് പ്ലീസ് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തു. ഇത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമ റിലീസ് ആവുന്ന ആ ഒരു ദിവസം തന്നെ എൻറ്റയർ ക്രൂ ഒരുമിച്ച് ഒത്തുകൂടുന്നത്. ആൻഡ് അതിന്റെ പിന്നിൽ ആക്ച്വൽ റീസൺ എന്താണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇപ്പോൾ കൊണ്ടുവരുന്നത്. ഇതൊരു സീക്രട്ട് ആണെന്ന് ചോദിച്ചാൽ പലർക്കും ഇപ്പോ ചെറുതായിട്ടൊക്കെ അറിയുന്ന ഒരു സീക്രട്ട് ആണ്. ഓൾറെഡി ഇവിടെ രാജുവേട്ടൻ സംസാരിച്ചപ്പോ ഇതിന്റെ ഒരു ഹിന്റ് കൂടെ തന്നിരുന്നു എന്താണ് നമ്മൾ ഇവിടെ ഇനി ചെയ്യാൻ പോകുന്നതെന്ന്. രണ്ടുപേരെ കൂടി ഒന്ന് വിളിച്ചോട്ടെ. കൈറ പ്ലീസ് ജോയിൻ us. ഡോൺ, രണ്ടുപേരും ഞങ്ങളോടൊപ്പം ചേർന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. സിനിമ കണ്ടവർക്ക് അറിയാം, വളരെ പ്രധാനപ്പെട്ട രണ്ട് വേഷങ്ങളാണ്. ജെയ്സേട്ടാ വരൂ. ഈ സിനിമയിൽ നമ്മൾ വളരെ ആവേശത്തോടെ കണ്ട ഒരുപാട് സീൻസിൽ ജെയ്സേട്ടന്റെ വിരലടയാളം ഉണ്ടായിരുന്നു. ആ ഗ്ലിംസ് വന്ന ഡേ മുതലുള്ള മേജർ ആന്റിസിപ്പേഷന്റെ റീസൺ കൂടെയാണ് വരുന്ന ഗൂസ് ബംസിന്റെ ക്രിയേറ്റർ. ഈ ഓണക്കാലം മുഴുവൻ ജെയ്സേട്ടന്റെയാണ്, അത് വേറൊരു കാര്യം. സോ ഐ തിങ്ക് ദേ ആർ ഓൾ സെറ്റ്. ഇനി ഇന്ന് നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയതിന്റെ റീസൺ എന്താണ് എന്ന് നമ്മൾ എല്ലാവരും അറിയുന്ന ആ ഒരു നിമിഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഓണം നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത് ഖലീഫയാണെങ്കിൽ ഇന്ന് we are going to reveal something for you. ലാലേട്ടാ ബസർ സെറ്റ് ആണ്. ലാലേട്ടൻ ഒന്ന് സെന്ററിലേക്ക് വന്ന് ആ ബസർ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സീക്രട്ട് റിവീലിംഗ് എന്ന് നമുക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം. പക്ഷെ നിങ്ങളുടെ ഒരു നല്ല കൈയടിയും ഒച്ചയും ബഹളവും വേണം. നമുക്കൊന്ന് ആഘോഷമാക്കി മാറ്റണം. There we go. Legacy Khalifa 2 The Legacy. ഇതിന്റെ ലോഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിയത്. ആദ്യ ഭാഗമാണ് ഇന്ന് നമ്മളെല്ലാവരും തിയേറ്ററിൽ ആഘോഷിച്ചെങ്കിൽ ഇനി കാത്തിരിപ്പ്, മലയാള സിനിമ ആഘോഷിക്കുന്ന സ്നേഹിക്കുന്ന എല്ലാവരുടെയും കാത്തിരിപ്പ് പാർട്ട് 2 വേണ്ടിയിട്ടാണ്. സോ ഒരു എന്താണ് ആന്റിസിപ്പേഷന്റെ കഥ എന്ന് ഞങ്ങൾക്കൊന്ന് അറിയണം. എന്തൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത്, എന്താണ് പ്ലാൻ എന്നൊന്ന് അറിയണം. ഒരു രണ്ട് വാക്ക് എല്ലാവരോടും അബൌട്ട് ഖലീഫ 2 The Legacy. ഒരു പിടിയില്ല, സത്യം പറഞ്ഞാണ്, എനിക്കറിയില്ല എന്തൊക്കെയോ പരിപാടികളാണ്. എന്തൊക്കെയോ പരിപാടി. ഇത് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷയാണ്. അപ്പോ എനിക്ക് തോന്നുന്നു ഈ പരിപാടികൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് പേരുണ്ട്. പക്ഷെ എനിക്ക് രാജോനോട് ചോദിച്ചു നോക്കാം. രാജോട് എന്തായിരിക്കും അല്ല എന്നാലും ആദ്യം ഒരു രണ്ട് വാക്ക് എല്ലാവരോടും. നമ്മളിവിടെ ലോഞ്ച് ഒക്കെ ചെയ്തില്ലേ നമ്മുടെ 2 The Legacy ഖലീഫ. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാമ്പറക്കൽ അഹമ്മദ് അലിയുടെ ഒരു ലെഗസിയെ കുറിച്ച് ഈ സിനിമ കണ്ട ആൾക്കാർക്ക് ഒരു സൂചന കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ആ ലെഗസിയുടെ പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. 1970s and 80s അയാൾ കെട്ടിപ്പടുത്ത ഒരു സാമ്രാജ്യത്തിന്റെയും അയാൾ ഫേസ് ചെയ്ത ഒരു വലിയ ഒരു വാറിന്റെയും ഒരു കഥയുണ്ട്. ആ കഥ ബ്രീഫായിട്ട് ജിനു വൈശാഖനോട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ കഥയുടെ എക്സൈറ്റ്മെന്റിൽ തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കഥാപാത്രത്തിനെ പാർട്ട് 1 ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആങ്കർ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതും അതിന്റെ ഇതായി ലാലേട്ടനെ പോയി കാണുന്നതും. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്തരമൊരു വലിയ സ്കെയിലുള്ള ഒരു മാസ് ആക്ഷൻ കമേഴ്ഷ്യൽ സിനിമയിൽ ലാലേട്ടനെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഒരു ആരാധകൻ എന്ന നിലയ്ക്ക് എനിക്കുണ്ട്. സോ തീർച്ചയായിട്ടും ആ സിനിമ ഞങ്ങൾ സ്വപ്നം കാണുന്നത് പോലെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് എന്നാണെങ്കിലും അത് സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആ സിനിമ കാണാൻ പ്രേക്ഷകർക്കിടയിൽ ഞാനും ഉണ്ടാവും, ആ സിനിമയിലും ഞാനും ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. മീസ
അടിപൊളിയായിട്ടുണ്ടല്ലോ വീണ്ടും അല്ലെ മീശ അല്ല താഴ്ത്തിരിക്കുന്നതാണ്. വൈശാഖ സാർ, ജീവിതോത്തരം, ബാക്കി അതിൻ്റെ പ്രവർത്തകരും എല്ലാവർക്കും നന്ദി പറയുന്നു. എനിക്ക് ശരിക്കും ഓണം ഒരു പേരിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പലപ്പോഴും ഓണം അങ്ങനെ ആഘോഷിക്കാൻ പറ്റാറില്ല. ഞാനിങ്ങനെ കറങ്ങി നടക്കുന്നതാണ്. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് ഒരു വലിയ നിറമുള്ളൊരു ഓണം കിട്ടി. അതുകൊണ്ട് ഇന്ന് വീട്ടിൽ കൂടാൻ തീരുമാനിച്ചൊരു ഓണം കൂടെയാണ്. അത് വലിയ വിജയമാക്കി തന്നെ പ്രിയപ്പെട്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. ഇന്നത്തെ ഒരുപാട് സന്തോഷമുണ്ട് എത്തിച്ചേർന്നതിൽ. ഞാൻ നേരത്തെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു കഥ? ഇവിടെ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു ഇന്ദ്രചേട്ടൻ. ഞാനാണ് ഇന്ദ്രചേട്ടൻ. ലാലേട്ടന്റെ കൂടെ ഒന്ന് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. ചിരി അടക്കി പിടിക്കാൻ പറ്റാണ്ട്. സാറിനൊരു കടമുണ്ടേ, അത് ഇതുവരെ വീട്ടിയിട്ടില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പലിശയും ചോദിക്കുന്നുണ്ട്, അതും കൊടുക്കുന്നില്ല. പെരിയ വരുന്നുണ്ട്. ഒരിക്കൽ ഓക്കെ, അത് തിരിച്ചു തരാന്ന് പറഞ്ഞ് തിരിച്ചു തള്ളിയതാണല്ലേ. എന്തായാലും നല്ലൊരു കൈയ്യടി കൊടുക്കാം നമ്മുടെ സ്വന്തം ഇന്ദ്രചേട്ടന്. താങ്ക്സ് എ ലോട്ട്, താങ്ക്സ് എ ലോട്ട്. ചേട്ടൻ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആ ഒരു അൻസന്റെ പതിന്റെ കോമ്പിനേഷൻ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. വളരെ സട്ടിൽ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ക്യാരക്ടർ. രഞ്ജേട്ടൻ, ഓവർ ടു യു. Thank you, Vaishak. Thank you, Prithvi. Thank you, Jinu. എല്ലാവർക്കും എനിക്ക് രണ്ടാം ഭാഗത്തെ കുറിച്ച് വലിയ അഭിപ്രായമില്ല. കാരണം 16-ാമത്തെ വയസ്സിൽ ഇട്ടിട്ട് പോയ ഒരു അച്ഛന്റെ മകനാണ്. ഈ പ്രായത്തിൽ എനിക്കിനി 16 വയസ്സായിട്ട് അഭിനയിക്കാൻ പറ്റാത്തതുകൊണ്ട് രണ്ടാം ഭാഗത്തിൽ ഞാൻ ഉണ്ടാവില്ല. അതായത് ഒന്നാം ഭാഗത്തിൽ വളരെ 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 സംതൃപ്തനാണ്. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ദുഃഖം, മീശ പഠിക്കേണ്ടി വരുമെന്ന് വൈശാഖ് പറഞ്ഞത് ഞാൻ ഒരു കാലം പുറകോട്ട് വെച്ചതാണ്. പിന്നെ എന്തും വരട്ടെ എന്ന് തീരുമാനിച്ചു മീശ പഠിച്ചു. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. ഈ സിനിമയുടെ ഭാഗമായതിൽ അഭിമാനം. ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു. Thanks a lot, Rഞ്ജേട്ടാ. Thanks a lot for joining and thanks a lot for giving us such a beautiful character. മറ്റ് നമുക്ക് വളരെ നമുക്ക് സ്വാഗതം ചെയ്യാം. മലയാള സിനിമയിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ക്യാരക്ടർ റോൾസ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ജീവൻ കൊടുത്ത ഒരു ബ്യൂട്ടിഫുൾ ആർട്ടിസ്റ്റ് അധികം. താങ്ക് യു സോ മച്ച്. ഒരു പടം ഹിറ്റാവുക എന്ന് പറഞ്ഞത് വളരെ പ്രയാസമേറിയ ഒരു കാലഘട്ടമാണ്. ഈ പടം സൂപ്പർ ഹിറ്റാണ്. അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞത് അതിനേക്കാൾ വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ് എനിക്ക്. ഇതിൽ ഞാൻ ചെറിയൊരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ അടുത്ത പാർട്ടിൽ ഒരു മേജർ റോൾ തന്നെ ഉണ്ട് എന്നാണ് എന്നോട് ജിനു പറഞ്ഞത്. അത് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സിനിമ കണ്ട ആളാണ്. രാജു എടുത്തിട്ടുള്ള എഫേർട്ട് എന്ന് പറഞ്ഞാൽ ചില്ലർ എഫേർട്ട് അല്ല കേട്ടോ. ഓരോ ഫൈറ്റിന് കിന്തലിറ്റി എന്ന് പറഞ്ഞാൽ കിന്തൽ ഇടിവെട്ട് ഫൈറ്റാണ് രാജു ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതുപോലെ ടൊവിയുടെ ക്യാമിയോ റോള്. ലാലേട്ടന്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല. കാരണം ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ അതിന് മേളിൽ വേറെ ആരും ഇല്ല. അതുപോലത്തെ എന്ത് പെർഫോമൻസും ഏത് രീതിയിലും ചെയ്യാൻ ഇതുപോലെ മലയാള സിനിമയിലും ഇന്ത്യൻ സിനിമയിലും ആരും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഞാൻ ലാലേട്ടന്റെ കൂടെ അതിമനോഹരം എന്ന് പറഞ്ഞ സിനിമ അഭിനയിച്ചിരുന്നു. ലാലേട്ടന്റെ പെർഫോമൻസ് കാണുമ്പോൾ നമ്മളൊക്കെ കിടുങ്ങി പോകും. ആ രീതിയിലാണ് പടം കാണുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. അതുപോലെ ഇതിനകത്ത് എനിക്ക് എടുത്ത് പറയാനുള്ളതിൽ വൈശാഖ് ഓരോ വർക്ക് കഴിയുമ്പോഴും ഇങ്ങനെ മൂർച്ച കൂട്ടി സംവിധാനത്തിന്റെ വേറെ തലങ്ങളിലേക്ക് വരിക. വൈശാഖ് ഗംഭീരം. ഒരാളെ വേറെ എടുത്ത് പറയേണ്ട കാര്യമുണ്ട്. ജോമോൻ ഡി ജോൺ. പുള്ളിയെ കണ്ടില്ല, ജോമോനെ കണ്ടില്ല. ജോമോന്റെ മാസ് നരിക ഫോട്ടോഗ്രാഫി ഗംഭീരായിരിക്കുന്നു. അതുപോലെ ഇതില് മൂന്ന് ഫൈറ്റ് 3 മാസ്റ്റേഴ്സാണ്. 3 പേരും അവരുടെ റോള് ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ഇടിവെട്ട് ഫൈറ്റുകൾ. എന്തായാലും കുടുംബസമേതം എല്ലാവർക്കും തിയേറ്ററിൽ പോയി ആസ്വദിക്കാനുള്ള ഒരു ഫെസ്റ്റിവൽ മൂവി അത് ഞാൻ ഉറപ്പു തരുന്നു. ഈ
ഈ അവസരത്തിൽ ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. താങ്ക് യു ഓൾ. താങ്ക്സ് ലോട്ട്. ഇത് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ആ സിനിമയുടെ ഒരു ഭാഗം എന്നതിനേക്കാൾ അപ്പുറം ഒരു പെർസ്പെക്റ്റീവ് ഓഫ് എൻ ഓഡിയൻസ്. താങ്ക് യു വൈശാഖേട്ട, ജിനുചേട്ട, രാജുവേട്ട. പിന്നെ ജിനുചേട്ടന് ഈ കഥാപാത്രം അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഇങ്ങനത്തെ കുഞ്ഞൊരു പരിപാടി ഉള്ളൂ, നീ വരണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷപ്പെടുന്നു. കാരണം ഇതിലുള്ള കാര്യങ്ങളെല്ലാവരും പേരുകൾ കേട്ടപ്പോഴും ഇങ്ങനെയുള്ള വലിയൊരു സിനിമയുടെ ഒരു ചെറിയൊരു ഭാഗം പറ്റിയ വളരെയധികം സന്തോഷമാണ്. പിന്നെ സെറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് രാജുവേട്ടൻ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി തുറന്നു പറഞ്ഞത്. ഇത് ഒരു തുടക്കം മാത്രമാണ്, ഇതിന് അങ്ങോട്ട് കുറച്ചധികം കാര്യങ്ങളുണ്ട്. പിന്നെ വൈശാഖനും ചെയ്തോണ്ടും കൂടി കുറച്ചുകൂടി കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒന്നുകൂടി സന്തോഷം തോന്നിയത്. അപ്പം എന്തായാലും ഇതിൻ്റെ വലിയൊരു ഭാഗമാകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. എല്ലാവരും കാണണം. കാരണം ഓണത്തിന് ഇറങ്ങിയതിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇറങ്ങാൻ പോകുന്നതിൽ വെച്ചിട്ടാണ് ഇപ്പോൾ എല്ലാം കൂടിയിട്ടുള്ള ഒരു നല്ലൊരു സദ്യയായിരിക്കും ഈ പറയുന്ന ഖലീഫ. അപ്പം എല്ലാവരും കാണണം. താങ്ക് യു. ഖലീഫ ദ ലെഗസി, ഖലീഫ 2 കൂടുതലായി കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ തന്നെ നേരത്തെ എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷമുണ്ട് ഈ സിനിമയുടെ ഒരു ചെറിയ ഭാഗമെങ്കിലും ആവാൻ പറ്റുന്ന. തിയേറ്ററിൽ തന്നെ ഞാൻ ഇതിനു മുമ്പ് ഞങ്ങൾ ലൂസിഫറിന്റെ സമയത്തും എമ്പുരാന്റെ സമയത്തും കവിതയ്ക്ക് പോലെ രാവിലെ തന്നെയുള്ള ഷോ കാണുമ്പോൾ ഇത്തരം ആളുകളുടെ കൂടെ ഇരുന്നിട്ട് ആ സിനിമ ആസ്വദിക്കാൻ വേണ്ടി വന്നിട്ടുള്ള, ഏറ്റവും നന്നായി ആസ്വദിക്കാൻ വന്നിട്ടുള്ള ആളുകളോട് ഇരുന്ന സിനിമ കാണുമ്പോൾ ഒരു ഫീൽ, അത് ഇന്ന് രാവിലെ ഉണ്ടായിരുന്നവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. അത് അനുഭവിക്കാൻ പറ്റി തന്നെ ഞാൻ വേറെ ഷൂട്ടുകളൊക്കെ ആയിരുന്നു. അതിനുവേണ്ടി തന്നെ ഇന്നലെ തന്നെ അങ്ങോട്ട് പോകും. ഭയങ്കര സന്തോഷം. താങ്ക് യു ജിനുചേട്ടാ, വൈശാഖേട്ട, രാജുവേട്ട, ഈ ഒരു സിനിമയിൽ എന്നെ കൂടെ ഭാഗമാക്കിയത്. ഞാനിതിന്റെ ഫസ്റ്റ് ഒരു ടീസർ ഇറങ്ങിയ സമയത്ത് അന്ന് ഞാൻ ഈ സിനിമയുടെ ഭാഗമല്ല. അന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, പക്ഷെ ഇതെന്താ ഞാനില്ലാത്ത എന്ന് ഞാൻ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ വിളി വരുന്നത്. അപ്പൊ തന്നെ ഞാൻ ചാടി പിടിച്ചു. പിന്നെ ഈ സിനിമയിൽ അങ്ങനെ എനിക്ക് ഡയലോഗോ അങ്ങനെ പ്രത്യേകിച്ച് മാസ്റ്ററിക് ആക്ഷൻ രംഗങ്ങളോ ഒന്നുമില്ല. ഫിലിം മേക്കിംഗ് വെച്ച് മാത്രം എനിക്ക് ഏറ്റവും നല്ലൊരു സിനിമയിലെ ഏറ്റവും കൊള്ളാവുന്ന ഒരു സീനിൽ ഏറ്റവും കൊള്ളാവുന്ന മൂമെന്റ് എനിക്ക് വേണ്ടി കരുതി വെച്ചതിന് നന്ദി. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് ബാക്കി എനിക്കും ഇതിനെപ്പറ്റി ആക്ടൂവിനെ പറ്റിയിട്ട് എനിക്കിതിന്റെ ഒരു വളരെ ചെറിയൊരു ലൈൻ എനിക്ക് ജിനുചേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അത് സിനിമയാവാനും അത് ആളുകൾ കാണാനും ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഈ സിനിമയെ ഇഷ്ടപ്പെട്ട ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കിടിലം ഒരു പെർഫോമൻസ് തന്നെ 2 ഉണ്ടാവുമെന്ന് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. അതെ, ഞാനും ഫുൾ കിൻഡലിയാണോ ഡോയി? അതിൽ തോപ്പൊക്കെ ഉണ്ടല്ലോ, വെടിവെച്ചോല്ല. പിന്നെ വെറുതെ ഇടിച്ച് നമ്മുടെ സെറ്റ് ഒരു നല്ല കാര്യം മേടിക്കാൻ പറ്റും. ആൻഡ് ഇതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഈ ഒരു ചടങ്ങ് വി ആർ വൈൻഡിങ് ഇറ്റ് അപ്പ് ഹിയർ ബിക്കോസ് നമുക്ക് എല്ലാവർക്കും ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഒരു ഒറ്റ മേജർ റീസൺ, ഒറ്റ മേജർ കോസ് ആയിരുന്നു. അത് ഇവിടെ പൃഥ്വിരാജ് പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് വാസ് ഓൾ അബൌട്ട് this what we have right behind us, Khalifa the Legacy Part 2, a Vaishak movie written by Jinovi Abraham. അപ്പോ ഇനി മലയാളക്കരയിൽ മലയാളത്തിൽ സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇതിന്റെ ഒരു കാത്തിരിപ്പായിരിക്കും. പക്ഷെ ഇപ്പോഴും ഇന്ന് റിലീസായ സിനിമ അതിന് കുറച്ച് ദിവസങ്ങൾ മുൻപ്, ഏകദേശം ഒരു 3-4 ആഴ്ച മുൻപാണ് അതിലൊരു പാട്ട് വരുന്നത്. ആ പാട്ട് വന്നത് ഭയങ്കര ഹിറ്റായി. നമ്മളെല്ലാവരും ഇപ്പൊ പാടിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ട് കൂടിയാണ്. സോ ഇത് നമ്മളിവിടെ ഒഫീഷ്യലി വൈൻഡ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ആ ഒരു പാട്ട് കൂടി കാണാം. സോ ലെറ്റ്സ് പ്ലേ ദ സോങ്.